RSS തലവൻ മോഹൻ ഭാഗവതിനെ അമേരിക്കയിൽ കാല് കുത്തിക്കരുതെന്ന് കാണിച്ചുകൊണ്ട് US കമ്മീഷന്റെ റിപ്പോർട്ട് വലിയ ഞെട്ടലാണ് ഉണ്ടാക്കുന്നത്. RSS എന്ന സംഘടനയ്ക്ക് അമേരിക്കയിൽ ഉപരോധം ഏർപ്പെടുത്തണമെന്നും US കമ്മീഷൻ ആവശ്യപ്പെട്ടു കഴിഞ്ഞു. നേരത്തെ കർണാടക സർക്കാർ RSS ഉപരോധം പ്രാവർത്തികമാക്കുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ US കമ്മീഷനും സമാനമായ ആവശ്യം ട്രംപ് ഭരണകൂടത്തിന്റെ മുന്നിൽ വച്ചിരിക്കുന്നത്. മതസ്വാതന്ത്ര്യത്തിനെതിരെ നിൽക്കുന്ന RSS പ്രവർത്തകർക്കെതിരെയും ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്കെതിരെയും ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ US സർക്കാർ തയ്യാറാകണമെന്നാണ് US കമ്മീഷൻ ഓൺ ഇന്റർനാഷണൽ റിലീജിയസ് ഫ്രീഡം ചെയർമാൻ ആസിഫ് മുഹമ്മൂദ് ബുധനാഴ്ച ആവശ്യപ്പെട്ടത്. രാഷ്ട്രീയ സ്വയം സേവകിന് ഈ ലോകം മുഴുവൻ സ്വാധീനം ചെലുത്താൻ സാധിക്കുമെന്ന് ഇക്കഴിഞ്ഞ ദിവസമാണ് പ്രധാനമന്ത്രി മോദി ഒരു ചടങ്ങിനിടെ പ്രസ്താവിച്ചത്. മോദി നാക്ക് വായിലേക്കിട്ട് മണിക്കൂർ 48 കഴിയും മുമ്പാണ് കനത്ത പ്രഹരം കിട്ടിയിരിക്കുന്നത്. RSS മേധാവി മോഹൻ ഭാഗവത് അമേരിക്കയിൽ സന്ദർശനം നടത്താനിരിക്കുന്ന സാഹചര്യത്തിലാണ് US കമ്മീഷൻ ഇത്തരമൊരു നിലപാടെടുത്തിരിക്കുന്നത്. ശനിയാഴ്ച ന്യൂയോർക്ക് സിറ്റിയിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ഭാഗവത് സംസാരിക്കുന്നുണ്ട്. അമേരിക്കയിലെ വിവിധ കൂട്ടായ്മകളുടെ പരിപാടികളിൽ പങ്കെടുക്കാനെത്തുന്ന ഭാഗവതിന് ഔദ്യോഗിക സ്വീകരണങ്ങളോ ഉദ്യോഗസ്ഥ കൂടിക്കാഴ്ചകളോ അനുവദിക്കരുതെന്നും സമിതി വാദിക്കുന്നുണ്ട്. ഇത് RSS എന്ന സംഘടനയുടെ തനിനിറം തുറന്നു കാണിക്കുന്ന സംഭവ വികാസമാണ്. എല്ലാവരെയും ഒരുപോലെ സ്വീകരിക്കുമെന്ന ആശയം RSS പ്രാവർത്തികമാക്കുമെന്ന് മോഹൻ ഭാഗവത് പറയുമ്പോൾ അത് വെറും വെള്ളം ചേർക്കുന്ന പ്രസ്താവനയാണെന്ന് പറഞ്ഞു വയ്ക്കുന്നുണ്ട് അമേരിക്കൻ ഏജൻസി. ഇന്ത്യയിലെ ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങളുടെ ആരാധനാലയങ്ങൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളിൽ RSSന്റെ പോഷക സംഘടനകൾക്കും പങ്കുണ്ടെന്നാണ് ഈ സംഘടന ആരോപിക്കുന്നത്. മുൻകാല റിപ്പോർട്ടുകളിലും ഇന്ത്യയെ പ്രത്യേക ശ്രദ്ധ അർഹിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന് സമിതി ആവശ്യപ്പെട്ടിരുന്നതാണ്. RSS തങ്ങളുടെ ആഗോള പ്രതിച്ഛായ മെച്ചപ്പെടുത്താൻ നടത്തുന്നതിനിടയിലാണ് വിദേശ മനുഷ്യാവകാശ സംഘടനകൾ ഇത്ര ശക്തമായ എതിർപ്പുകളുമായി രംഗത്ത് വരുന്നത്. ഈ നിലപാട് മറ്റ് രാജ്യങ്ങളും പിന്തുടർന്നാൽ RSSന്റെ കാര്യം പരുങ്ങലിലാകും. തങ്ങൾക്കെതിരെ അന്താരാഷ്ട്ര തലത്തിലുള്ള തെറ്റായ ധാരണകൾ തിരുത്തുക എന്ന ലക്ഷ്യത്തോടെ വിദേശ പര്യടനങ്ങൾ സംഘടിപ്പിക്കുന്ന കാര്യം കഴിഞ്ഞ മെയ് മാസത്തിൽ RSS വ്യക്തമാക്കിയിരുന്നു. അതിന്റെ ആദ്യപടിയായിട്ടാണ് മോഹൻ ഭാഗവത് അമേരിക്കയിൽ എത്തുന്നത്. തങ്ങൾ ന്യൂനപക്ഷ ആക്രമണങ്ങളിൽ പങ്കാളിയായ ഒരു അർദ്ധ സൈനിക വിഭാഗമല്ലെന്നും മറിച്ച് ഹിന്ദുക്കളെ ഒന്നിപ്പിക്കാൻ ലക്ഷ്യമിടുന്ന സാംസ്കാരിക നാഗരിക പ്രസ്ഥാനം മാത്രമാണെന്ന് ലോകത്തിനു മുന്നിൽ വ്യക്തമാക്കുകയാണ് ഈ സന്ദർശനങ്ങളുടെ പ്രധാന ലക്ഷ്യം. അത്തരം നീക്കത്തിന്റെ ആദ്യപടി തന്നെ പൊളിഞ്ഞു വീഴുന്നതാണ് കാണാൻ സാധിക്കുന്നത്. RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബൈ ഉൾപ്പെടെയുള്ള പ്രമുഖർ US, ജർമ്മനി, UK തുടങ്ങിയ പാശ്ചാത്യ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തി പ്രവാസികളെയും പ്രാദേശിക സമൂഹങ്ങളെയും കണ്ട് സംഘടനയെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തിവരികയാണ്. അതിനിടയിലാണ് ഉപരോധിക്കണം എന്ന ആവശ്യം US കമ്മീഷൻ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ലോകമെമ്പാടുമുള്ള മതസ്വാതന്ത്ര്യം നിരീക്ഷിക്കുകയും നയപരമായ ശുപാർശകൾ സമർപ്പിക്കുകയും ചെയ്യുന്ന US സർക്കാരിന്റെ ഉഭയകക്ഷി സമിതിയാണ് US കമ്മീഷൻ. ഈ സമിതിയുടെ ശുപാർശകൾ നടപ്പാക്കണമെന്ന ഔദ്യോഗിക ബാധ്യതയൊന്നും US ഭരണകൂടത്തിനില്ല. എന്നാൽ ഇവർ സ്വീകരിക്കുന്ന നിലപാടുകൾക്ക് ആഗോള ശ്രദ്ധ കിട്ടാറുണ്ട്. ഇതാണ് RSSനെ വലയ്ക്കുന്ന ഘടകം. RSSനെ തൊട്ടാൽ ഇന്ത്യൻ സർക്കാർ നോക്കി നിൽക്കുമോ? അമേരിക്കൻ പാനലിന്റെ പ്രസ്താവനയെയും വാദങ്ങളെയും ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം പൂർണ്ണമായും തള്ളിക്കളഞ്ഞാണ് മമത പ്രകടമാക്കിയത്. ന്യൂനപക്ഷങ്ങൾക്കെതിരായ അസഹിഷ്ണുത വളർത്തുന്ന പ്രമുഖാധിപത്യ ആശയ ശാസ്ത്രമാണ് RSS പ്രചരിപ്പിക്കുന്നതെന്ന് മനുഷ്യാവകാശ ഗ്രൂപ്പുകൾ ആരോപിക്കുന്നുണ്ട്. എന്നാൽ ഈ ആരോപണങ്ങൾ RSS ശക്തമായി നിഷേധിച്ചിട്ടുണ്ട്. എങ്കിലും US കമ്മീഷന്റെ ഈ നിലപാട് RSSനെ ലോകത്തിന് മുന്നിൽ നാണം കെടുത്തുമെന്ന് ഉറപ്പാണ്.